എത്ര വലിയ കറുപ്പും സ്കിന്നിൽ നിന്ന് തുടച്ചു മാറ്റി സ്കിൻ വെളുപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെ. സ്കിന്നിന്റെ തിളക്കമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നല്ല ക്ലീൻ സ്കിന്നായിട്ടും സ്കിന്നിന് ഒരു പാടോ പിഗ്മെന്റേഷൻ ഒന്നുമില്ലാതെ ടാൻ ഒന്നുമില്ലാതെ നല്ല തിളക്കമുള്ള സ്കിന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും എന്താണ് ചെയ്യുന്നത്? വിപണിയിൽ കിട്ടുന്ന മാർഗങ്ങൾ തേടി നമ്മൾ പോകും. അതും എളുപ്പം നമുക്ക് റിസൾട്ട് കിട്ടുന്ന എന്നുള്ള ചിന്തയാണ് നമ്മൾ എപ്പോഴും വിപണിയിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകളുടെയൊക്കെ പുറകിന് പോകുന്നത്. അത് നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലതല്ല. നമ്മൾ ഇപ്പം ഡെയിലി ആ ഒരു സ്കിന്നിൽ ഇടുമ്പോൾ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഗ്ലോയിങ് ഒക്കെ ഉണ്ടല്ലോ, നാച്ചുറൽ ഗ്ലോയിങ് അത് നശിക്കുകയും സ്കിൻ സെല്ലൊക്കെ നശിച്ചു പോകാനും ഒക്കെ ഇടയാകും. എപ്പോഴും നമ്മുടെ സ്കിന്നിന് നല്ലതെന്ന് പറയുന്നത് പ്രകൃതിദത്തമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇപ്പം എത്ര ബിസി ഉള്ളവരാണെങ്കിൽ തന്നെയും നിങ്ങൾ കുറച്ച് നേരം മാറ്റി വെച്ചാൽ മതി. നിങ്ങളുടെ സ്കിൻ ഷെയ്ഡ് കൂട്ടി സ്കിന്നിൻ്റെ ടാന്, പിഗ്മെൻറ്റേഷൻ, ഓപ്പൺ പോഴ്സ്, എന്ത് പ്രശ്നം, ഇപ്പോൾ പല പ്രശ്നങ്ങളും പലർക്കും ഉണ്ട്, അതെല്ലാം മാറ്റാനും സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗ്ഗമാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും പിന്നെ നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് കാര്യത്തിലേക്ക് പോകാം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് പോകാം. നമ്മളെല്ലാവരും ബിസി ആയിട്ടുള്ള ലൈഫ് ആകുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴും മാർഗ്ഗങ്ങളെന്ന് പറയുന്നത് വിപണിയിൽ കിട്ടുന്ന പ്രോഡക്റ്റുകളൊക്കെ മേടിക്കാനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ സെല്ലുകളൊക്കെ നശിച്ചിട്ട് സ്കിന്നിന് പിന്നീട് നമുക്കിപ്പോൾ എന്ത് ചെയ്താലും റിസൾട്ട് കിട്ടാത്ത ഒരു സാഹചര്യം വരും. അതുകൊണ്ട് എപ്പോഴും നമുക്ക് നല്ലതെന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എപ്പോഴും നമ്മുടെ സ്കിൻ ഷെയ്ഡ് കൂട്ടാനും സ്കിൻ സെല്ലിന് എപ്പോഴും നല്ലത് പ്രകൃതിദത്തമായ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കെമിക്കൽ പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടും, പക്ഷെ അത് നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലതല്ല. അത് നമ്മളിപ്പോൾ ഒരു ദിവസം 2 ദിവസം ഉപയോഗിച്ചിട്ട് 3-ാമത്തെ ദിവസം ഉപയോഗിക്കാതിരുന്ന സ്കിൻ പഴയതുപോലെ ആകും. ഇപ്പം നമ്മളിപ്പോൾ നാച്ചുറൽ പ്രോഡക്റ്റാണ്, നാച്ചുറൽ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ 2 ദിവസം ഇടാതിരുന്നാലും സ്കിൻ ഒരിക്കലും പഴയതുപോലെ ആകില്ല. ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഈ ഒരു പാക്ക് ഉറപ്പായും എൻ്റെ കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്ക്. നല്ല പോലെ സ്കിൻ ഷെയ്ഡ് കൂട്ടാൻ സാധിക്കും. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം കേട്ടോ. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം. പാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഉലുവ ഒരു 4 ടേബിൾ സ്പൂൺ 6 മണിക്കൂറോളം കുതിരാനായിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ഉലുവയിൽ നാരുകൾ, കൊഴുപ്പ് കൂടാതെ തന്നെ ഇരുമ്പ്, ചെമ്പ്, മാഗ്നീഷ്യം, ഫൈബർ, വിറ്റാമിൻ B6 എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ്. നമ്മൾ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂണാണ്. പിന്നെ ഇതിലേക്ക് ചേർത്തേക്കുന്നത് നല്ലപോലെ വേവിച്ച ചോറ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അടുത്തതായിട്ട് ഇത് അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള റോസ് വാട്ടറാണ് ചേർക്കുന്നത്. റോസ് വാട്ടർ ചേർത്ത് നല്ല രീതിയിൽ നമുക്ക് അരച്ച് എടുക്കാം കേട്ടോ. എന്തായാലും ഞാനിത് അരച്ചെടുത്തോണ്ട് വരട്ടെ. അങ്ങനെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ ആ ഒരു തരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം അത്രയും വേണ്ട, അതിൽ നിന്ന് നമുക്ക് കുറച്ച് മതിയാകും. അതായത് 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ആ അരച്ചത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ബാക്കി വരുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും ഇനി ഇതിലേക്ക് അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവിൻ്റെ പൊടി ഡെഡ് സ്കിൻ ഇല്ലാതാക്കാനും സ്കിന്നിൻ്റെ പിഗ്മെൻറ്റേഷൻ പൂർണ്ണമായിട്ടും സ്കിന്നിൽ നിന്ന് ഇല്ലാതാക്കാനും സഹായിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർക്കുന്നത് ലെമൺ ജ്യൂസ് ആണ് ചേർക്കുന്നത്. അത് 1/2 ടേബിൾ സ്പൂണാണ് ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഫേസിലേക്ക് ഇട്ടിട്ടുള്ള ഒരു മാറ്റമൊക്കെ കാണിക്കാം. നമ്മുടെ പാക്ക് കുറച്ചെടുത്ത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഫുൾ ബോഡി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ പാക്ക് ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ഇടുന്നില്ല, ഒരു ഭാഗത്ത് മാത്രമാണ് ഇടുന്നത്. മാറ്റം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഭാഗത്ത് ഇടുന്നത്. എന്തായാലും നമുക്ക് 3 മിനിറ്റിന് ശേഷം കാണാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്ത് ഞാൻ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, സ്കിന്നിൽ നമ്മൾ ഏതൊരു പാക്ക് ഇട്ടാലും അധികം നേരം വെക്കാൻ പാടില്ല കേട്ടോ. അത് നമ്മുടെ സ്കിന്നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഓയിലിനെ വലിച്ചെടുക്കും. അപ്പം നമുക്ക് ഉണങ്ങാൻ വേണ്ടി ഒരു 3 മിനിറ്റ് മാത്രം മതിയാകും. 3 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇത് തുടയ്ക്കുന്നത്. തുടച്ചപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ കണ്ടോ? സ്കിൻ നല്ല പോലെ സോഫ്റ്റ് ആകും. സ്കിന്നിന് നല്ല രീതിയിൽ തിളക്കവും വെക്കുന്നത് കാണാം. എന്തായാലും കൂട്ടുകാരെ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. എൻ്റെ മുഖവും കൈയും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോ? ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസവും കണ്ടല്ലോ? അടിപൊളി റിസൾട്ട് അല്ലയോ കൂട്ടുകാരെ? ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ഒന്നും ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക്. നിങ്ങളുടെ സ്കിൻ ഷെയ്ഡ് കൂട്ടാൻ വേറെ ഒന്നും തന്നെ വേണ്ട. നമ്മുടെ ഈ പ്രകൃതിദത്തമായ ഈ ഒരു പാക്ക് മാത്രം മതി കൂട്ടുകാരെ. ചെയ്തിട്ട് എന്താണ് റിസൾട്ട് എന്നുള്ളത് വന്ന് പറയാനും കൂടി നിങ്ങൾ മറക്കല്ലേ. പിന്നെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും എത്തിക്കാനും കൂടി നിങ്ങൾ മറക്കല്ലേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. ഇത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ഉറപ്പായും കൂട്ടുകാർ വന്ന്
പറയണേ കേട്ടോ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.